നിങ്ങൾക്കറിയാമോ നമ്മുടെ രാജ്യത്ത് അസ്ഥികൂടങ്ങൾ നിറഞ്ഞൊരു നിഗൂഢ തടാകമുണ്ടെന്ന്? ചരിത്രത്തിനും ശാസ്ത്രത്തിനും വിശ്വാസത്തിനുമൊന്നും ഈ അസ്ഥികൂടങ്ങൾ ആരുടേതെന്നോ ഇവ എങ്ങനെ ഈ തടാകത്തിലെത്തിയെന്നോ വിശദമാക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. അതേസമയം ഈ അസ്ഥികൂടങ്ങൾ നിറഞ്ഞ തടാകം ചില വിശ്വാസങ്ങളുമായും ചരിത്ര സംഭവങ്ങളുമായുമൊക്കെ കെട്ടുപിണഞ്ഞ് കിടക്കുകയും ചെയ്യുന്നുണ്ട്. ശാസ്ത്രീയമായ പഠനങ്ങളാകട്ടെ നമുക്ക് നൽകുന്നത് അമ്പരപ്പിക്കുന്ന ചില വിവരങ്ങളുമാണ്. ചരിത്രാതീത കാലത്തിനും അപ്പുറം ദൈവസങ്കല്പങ്ങളുടെ ജീവിതകാലത്തോളം പഴക്കമുള്ള ആ നിഗൂഢ തടാകം തേടിയാണ് ഇന്ന് നമ്മുടെ യാത്ര. ഇത് രൂപ്കുണ്ട് തടാകം. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ ഭാഗമായ ഹിമാലയൻ കൊടുമുടികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ജലസംഭരണി. 3 ഹിമാലയൻ കൊടുമുടികളുടെ കൂട്ടമായ തൃശ്ശൂലിലെ കുത്തനെയുള്ള ചരിവിൻ്റെ അടിയിലാണ് രൂപ്കുണ്ട് തടാകം സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 16,500 അടി ഉയരത്തിലാണ് ഈ തടാകം എന്നത് തന്നെ ഒരു അത്ഭുതമാണ്. എന്നാൽ ആ അത്ഭുതത്തെ പോലും നിഷ്പ്രഭമാക്കുന്ന വിവരങ്ങളാണ് നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നത്. ഈ തടാകം സ്ഥിതി ചെയ്യുന്ന പർവ്വതങ്ങൾക്ക് നന്ദാദേവിയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. ഇത് പാർവതി ദേവിയുടെ മറ്റൊരു പേരാണ്. ആനന്ദം നൽകുന്ന ദേവി എന്നാണ് ഈ പേര് അർത്ഥമാക്കുന്നത്. പ്രദേശവാസികൾ പർവ്വതങ്ങളും തടാകവും യഥാർത്ഥത്തിൽ ദേവിയുടെ മൂർത്തിഭാവമായി കണക്കാക്കുന്നുണ്ട്. ഈ തടാകം എങ്ങനെയുണ്ടായി എന്ന് ചോദിച്ചാൽ പ്രദേശവാസികൾക്ക് കൃത്യമായ ഉത്തരം അവർ ഇന്നും പാടി നടക്കുന്ന പരമ്പരാഗത നാടൻ പാട്ടുകളിലുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ പാർവതി ദേവിക്ക് വെള്ളം കുടിക്കാൻ ദാഹം കലശലായി. ദേവിക്ക് ദാഹിച്ചതിനാൽ ശിവൻ വെള്ളത്തിനായി തൻ്റെ തൃശൂലം ഉപയോഗിച്ച് നിലത്തടിച്ചു അത്രേ. ഇത് തൃശ്ശൂൽ പർവ്വതങ്ങളും 2 തടാകങ്ങളും സൃഷ്ടിച്ചു. പാർവതി ദേവി തടാകത്തിലൊന്നിൽ വെള്ളം കുടിക്കുമ്പോൾ തടാകത്തിലെ ദേവിയുടെ സ്വന്തം മനോഹരമായ രൂപം കണ്ടു. അതിനാൽ ഈ തടാകത്തിന് സൗന്ദര്യ തടാകം എന്നർത്ഥം വരുന്ന രൂപ്കുണ്ട് എന്ന് വിളിക്കപ്പെട്ടു. വെള്ളത്തിനായി തൃശൂലം കൊണ്ട് അടിച്ചത് നന്ദാദേവിയാണെന്ന് അവകാശപ്പെടുന്നവരും ഇവിടെയുണ്ട്. ഈ തടാകം സഹസ്രാബ്ദങ്ങളായി ഒളിപ്പിച്ചിരുന്ന നിഗൂഢതയെക്കുറിച്ച് ലോകം അറിഞ്ഞു തുടങ്ങിയത് 1942കളിലാണ്. ഹിമാലയത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഇന്ത്യൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ HK മദ്യാൾ രൂപ്കുണ്ട് തടാകത്തിലും പരിസരത്തുമായി മനുഷ്യരുടെ ഒട്ടേറെ അസ്ഥികൂടങ്ങൾ ചിതറിക്കിടക്കുന്നത് കാണുന്നു. വിചിത്രമായ ഈ കാഴ്ച അദ്ദേഹം ലോകത്തോട് റിപ്പോർട്ട് ചെയ്തതോടെ ഇന്നും ചുരുളഴിയാത്ത രഹസ്യങ്ങളിലേക്കുള്ള ഗവേഷകരുടെ യാത്ര ആരംഭിക്കുകയായിരുന്നു. പിന്നീട് നടന്ന തെരച്ചിലുകളിൽ 800ഓളം ആളുകളുടെ അസ്ഥികൾ തടാകത്തിലും പരിസര പ്രദേശങ്ങളിലുമായി കണ്ടെത്തി. ഇതോടെ രൂപ്കുണ്ട് തടാകത്തെ നിഗൂഢതയുടെ തടാകമെന്നും അസ്ഥികൂടങ്ങളുടെ തടാകമെന്നുമൊക്കെ വിളിച്ചു തുടങ്ങി. ജനവാസമില്ലാത്ത ഹിമാലയത്തിലെ തടാകത്തിലും പരിസരത്തുമായി ഇത്രയേറെ മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ എങ്ങനെ എത്തി? ആരാണ് ഈ മരിച്ചവർ? എത്ര കാലം മുമ്പാണ് ഇവർ മരിച്ചത്? ഇത്തരത്തിൽ 100 ചോദ്യങ്ങളാണ് ഗവേഷകരുടെ മുന്നിൽ ഉയർന്നു വന്നത്. എന്തിനും വിശ്വാസങ്ങൾ ഉത്തരം നൽകുന്ന ഇന്ത്യൻ സാഹചര്യം ഈ അസ്ഥികൂടങ്ങളെ സംബന്ധിച്ചും ഒരു കഥ പറഞ്ഞു. ആ കഥ കേട്ട ശേഷം നമുക്ക് ശാസ്ത്രീയമായ കണ്ടെത്തലുകളെക്കുറിച്ച് പറയാം. കനൗജിലെ രാജാവായ രാജ ജസ്തവൽ തൻ്റെ ഗർഭിണിയായ ഭാര്യ റാണി ബലാംബയോടൊപ്പം നന്ദാദേവി ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനത്തിന് പോയി. അദ്ദേഹം സാധാരണ രാജകീയ ശൈലിയിൽ വിനോദത്തിനായി ഒരു വലിയ പരിചാരകരെയും നൃത്തം ചെയ്യുന്ന പെൺകുട്ടികളെയും കൂട്ടിക്കൊണ്ടുപോയി. യാത്രയിലുടനീളം സംഗീതവും നൃത്തവും ഉല്ലാസവും എല്ലാം ഉണ്ടായിരുന്നു. രാജാവിൻ്റെ ഈ ധിക്കാരവും പുണ്യഭൂമിയിലെ മോശം പെരുമാറ്റവും ദേവിയെ പ്രകോപിപ്പിച്ചു. ഇത് ശക്തമായ ആലിപ്പഴ വർഷത്തിന് കാരണമായി. അങ്ങനെ രാജാവിൻ്റെ ഭൃത്യരും നർത്തകരും അടങ്ങുന്ന വലിയൊരു സംഘത്തിൻ്റെ മരണത്തിന് ദേവീ കോപം കാരണമായി. അന്ന് മരിച്ചവരുടെ അസ്ഥികൂടങ്ങളാണത്രേ ഇന്ന് നാം അവിടെ കാണുന്നത്. 1841 ടിബറ്റിൽ നടന്ന ഒരു യുദ്ധത്തിന് ശേഷം മടങ്ങിപ്പോവുകയായിരുന്ന കാശ്മീരി പട്ടാളക്കാർ വഴിതെറ്റി ഈ തടാകത്തിനടുത്തെത്തിയപ്പോൾ അപകടത്തിൽ പെട്ടുപോയതാകാം എന്നൊരു കഥയുമുണ്ട്. പകർച്ചവ്യാധിയോ മഞ്ഞുവീഴ്ചയോ കാരണം മരിച്ച ജാപ്പനീസ് സൈനികരുടെയോ സിൽക്ക് റോഡിലെ ടിബറ്റൻ വ്യാപാരികളുടെയോ ആയിരിക്കാം ഈ അസ്ഥികൂടങ്ങളെന്നും കരുതുന്നുണ്ട്. 1960കളിൽ ഇവിടെ നിന്ന് ശേഖരിച്ച ഏതാനും അസ്ഥികൂടങ്ങൾ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. ക്രിസ്തുവർഷം 12-ാം നൂറ്റാണ്ടിനും 15-ാം നൂറ്റാണ്ടിനും ഇടയിൽ ജീവിച്ചിരുന്നവരുടെ അസ്ഥികൂടങ്ങളാണ് അന്ന് ഗവേഷകർ കണ്ടെത്തിയത്. പിന്നീട് 2004-ൽ വീണ്ടും ഇവിടെ നിന്നും ശേഖരിച്ച അസ്ഥികൾ പരിശോധനകൾക്ക് വിധേയമാക്കി. അതനുസരിച്ച് ക്രിസ്തുവർഷം 850-880 കാലഘട്ടത്തിലുള്ളവരുടെ അസ്ഥികളാണ് ഇതെന്നും പറയപ്പെടുന്നു. ഈ മരിച്ച മനുഷ്യർ ജീവിച്ചിരുന്ന കാലഗണനയിൽ ചില മാറ്റങ്ങളുണ്ടെങ്കിലും ഗവേഷകരെയും നമ്മയും അത്ഭുതപ്പെടുത്തുന്നത് അതല്ല, മറ്റൊരു വസ്തുതയാണ്. ഇവിടെ നിന്നും കിട്ടിയ 38 അസ്ഥികൂടങ്ങൾ ജനിതകപരമായി വ്യത്യസ്തമായ 3 ഗ്രൂപ്പുകളുടേതാണത്രേ. അതായത് 7-ാം നൂറ്റാണ്ടിനും 10-ാം നൂറ്റാണ്ടിനും ഇടയിൽ ജീവിച്ചിരുന്ന ദക്ഷിണേന്ത്യൻ വംശജരുടെയും 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മെഡിറ്ററേനിയൻ വംശജരുടെയും 19-ാം നൂറ്റാണ്ടിൽ തന്നെ ജീവിച്ചിരുന്ന തെക്ക് കിഴക്കൻ ഏഷ്യൻ മനുഷ്യരുടെയും അസ്ഥികൾ ഇക്കൂട്ടത്തിൽ തിരിച്ചറിഞ്ഞു. തെക്കേ ഇന്ത്യക്കാർ ഹിമാലയത്തിൽ എത്തിയതിന് പിന്നിലെ വിശ്വാസം നമുക്ക് മനസ്സിലാകും.
തെക്ക് കിഴക്കൻ ഏഷ്യക്കാരെയും ഹിമാലയത്തിൽ കണ്ടതിൽ വേണമെങ്കിൽ അത്ഭുതപ്പെടാതിരിക്കാം. എന്നാൽ സഹസ്രാബ്ദങ്ങൾക്കപ്പുറം മെഡിറ്ററേനിയൻ തീരത്തു നിന്നും ഹിമാലയൻ സാനുക്കളിലേക്ക് മനുഷ്യൻ എന്തിനെത്തിയെന്നതും എങ്ങനെ എത്തിയെന്നതും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ചോദ്യം തന്നെയാണ്. ആധുനിക കിഴക്കൻ മെഡിറ്ററേനിയൻ ജനതയുമായി വംശപരമായി ഏറ്റവും അധികം പൊരുത്തമുള്ള ഈ ആളുകൾ ആരാണെന്നും ഹിമാലയത്തിൻ്റെ ഈ വിദൂര ഭാഗങ്ങളിൽ അവർ എന്താണ് ചെയ്തിരുന്നതെന്നും വിശദീകരിക്കാൻ ചരിത്രപരമായ തെളിവുകളൊന്നുമില്ല. ടൂപ്കുണ്ട് തടാകം സന്ദർശിക്കുന്ന സഞ്ചാരികൾ ഇവിടെ നിന്നുള്ള അസ്ഥികൾ പെറുക്കി കൂടെ കൊണ്ടുപോകുന്നത് സാധാരണമായിരുന്നു. ഇത് പിന്നീട് ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കും തടസ്സമാകുമെന്ന് സർക്കാർ മനസ്സിലാക്കി. അസ്ഥികൂടങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഈ പ്രദേശത്തെ ഒരു ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷനായി വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ ഏജൻസികൾ നടത്തുന്നുണ്ട്. ഇനി എങ്ങനെ ഈ അസ്ഥികൾ നിറഞ്ഞ തടാകത്തിലെത്താം എന്ന് നോക്കാം. രൂപ്കുണ്ട് ട്രക്കിൻ്റെ ആരംഭ പോയിന്റ് ഉത്തരാഖണ്ഡിലെ ദേവാലാണ്. ഹേംകുണ്ടിലേക്കുള്ള നന്ദാജാട്ട് റൂട്ടിലാണ് തടാകം സ്ഥിതി ചെയ്യുന്നത്. സെപ്റ്റംബർ മാസത്തിൽ രൂപ്കുണ്ടിലെ നിഗൂഢ തടാകം ഏകദേശം 2 ആഴ്ചയോളം മഞ്ഞുരുകി അതിൻ്റെ ഇരുണ്ട രഹസ്യങ്ങൾ നമുക്ക് വെളിവാകും. ഹിമാലയത്തിലെ മഞ്ഞുമൂടിയ തൃശൂൽ കൊടുമുടികളാൽ ചുറ്റപ്പെട്ടതാണ് ഈ അത്ഭുതകരമായ തടാകം. യാത്രയിലുടനീളം ബാന്ദർപുച്ച് കൊടുമുടികൾ, ഹാത്തി പർവ്വതം, ചൗഖംബ കൊടുമുടികൾ, തൃശൂർ കൊടുമുടികൾ തുടങ്ങി നിരവധി അത്ഭുത കാഴ്ചകളുണ്ട്. മഞ്ഞു നിറഞ്ഞ ദുർഘടമായ പ്രദേശങ്ങൾ പൂർണ്ണമായും ശാന്തമാണ്. 1000 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ മനുഷ്യർ എന്തിനെത്തി എന്നതും എങ്ങനെ കൊല്ലപ്പെട്ടു എന്നതുമായ ഒട്ടനവധി നിഗൂഢതകളും പേറിയാണ് ഇവിടുത്തെ പ്രകൃതി ഇത്ര ശാന്തതയോടെ തുടരുന്നത്.